മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും മുസ്ലിം ലീഗ് തികഞ്ഞ അലംഭാവം കാണിക്കുന്നു പ്രതികരിക്കാൻ. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബും കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ മുസ്ലിം ലീഗ് പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്നത്, സമാനമായിട്ടുള്ള പ്രതികരണം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പൊതുവികാരം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPIM ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അവർക്കെത്ര വോട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർക്കനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിക്കേണ്ടത്? അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടക്കം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായി ഇടതുപക്ഷം പ്രതികരിക്കുന്നത് തീർത്തും ന്യായമായിട്ടുള്ള കാര്യമാണ്. ന്യൂനപക്ഷ ജനവിഭാഗം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കേരളത്തിലെ CPIM ഇടതുപക്ഷമോ മാത്രമല്ലല്ലോ നിലപാട് സ്വീകരിച്ചത്. ലോകാടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനികളുടെ കൂടെയാണ് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. അത് മുസ്ലിങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചാണ് എന്ന് ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. മുസ്ലിങ്ങൾ വളരെ വളരെ കുറഞ്ഞ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു എല്ലാ വിഷയങ്ങളിലും. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് CPIM ഇടതുപക്ഷ മുന്നണിയും നിലപാട് സ്വീകരിച്ചത് മുസ്ലിം വോട്ട് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ലല്ലോ. കാരണം ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മതവികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും വോട്ടിൻ്റെ കണക്ക് നോക്കാതെ ന്യായം എന്താണ് എന്നുള്ളത് CPIM ഇടതുപക്ഷ കക്ഷികളും പറയുകയാണ്. അതിനെ ഡോക്ടർ കെ ടി ജലീൽ അങ്ങ് പറഞ്ഞതിൽ ഇടപെടുകയല്ല. ഡോക്ടർ കെ ടി ജലീൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അങ്ങിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും എടുത്തു പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നിയത് കൊണ്ട് മാത്രം അതൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. മതനിരപേക്ഷതയുടെ നെഞ്ചിലെ വോട്ട് പ്രതിഷ്ഠയാണോ ഇന്നലെ നടന്നത്? ബാബരി തകർത്ത സംഭവം മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക പോലും ഇന്നലെ ബോധപൂർവം വിട്ടുകളഞ്ഞു എന്നാണ് അങ്ങയുടെ ആദ്യ വാചകങ്ങൾ. ആ വാചകങ്ങളിലൂടെ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണെന്ന് കൂടി ഇതിനു കൂടി കൂട്ടിച്ചേർത്ത് പറയാമെന്ന് കരുതുന്നു. ഇന്നലെ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് രാമക്ഷേത്രം പണിതത്, അവിടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു, എഡിറ്റോറിയൽ എഴുതിയിരുന്നു. സത്യത്തിൽ ചന്ദ്രിക ദിനപത്രം ഇന്നലെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു കാര്യമേ പത്രത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നുണ്ട്. ആരെയാണ് ചന്ദ്രികയും മുസ്ലിം ലീഗും ഭയപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ? EDയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ അത്തരത്തിലുള്ള വാർത്തകൾ തമസ്കരിക്കാൻ ചന്ദ്രിക മുന്നോട്ട് വരുന്നത്? മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാർക്കും ED പേടിയുള്ളത് കൊണ്ടാണോ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരായി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് അവർ മുന്നോട്ട് വരാതിരിക്കുന്നത്? അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ്. ന്യായം പറയും.